ചെയ്തിരിക്കേണ്ട ഒരു കർമ്മം. അത് സഅയ് എന്ന് നമ്മൾ പറയാ. സഫാ മർവക്ക് നടുവിലൂടെയുള്ള ഓട്ടം, സഫാ മർവക്ക് നടുവിലൂടെയുള്ള നടത്തമാണത്. അത് 7 തവണ പൂർത്തിയാക്കാതെ ഉംറ പൂർത്തിയാവില്ല, ഹജ്ജ് പൂർത്തിയാവില്ല. എന്താണ് ഈ സഫാ മർവക്ക് നടുവിൽ? ആ സഫാ മർവക്ക് നടുവിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അടയാളപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ആണുങ്ങൾ ഓടണം, പെണ്ണുങ്ങൾ നടന്നാൽ മതി. എന്തേ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ചരിത്രകാരന്മാർ സ്വീകരിച്ചിട്ടുള്ളത്, സഫാ മറുവക്ക് നടുവിലുള്ള നടത്തവും ഓട്ടവുമെല്ലാം ഹാജറ ബീവി നിർവഹിച്ചതാണ് എന്നാണ്. ആ ഹാജറ ബീവി നിർവഹിച്ചതിന് പിന്നിലുള്ള വലിയൊരു ചരിത്രമുണ്ട്. ഹാജറ ആരാ? ഹാജറ ബീവി അറബിക് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തു വന്ന ദീൻ പഠിച്ച ഒരു പെണ്ണല്ല. അതല്ലെങ്കിൽ സംസ്കൃത ചിത്തർ എന്ന രൂപത്തിൽ നിങ്ങളെപ്പോലെയുള്ള ക്ലാസ്സുകൾ കേട്ട് വളർന്നു വന്നൊരു പെണ്ണുമല്ല. ഹാജറ ബീവി ഈജിപ്തിലെ ഒരടിമപ്പെണ്ണാണ്, ഒരടിമപ്പെണ്ണ്. ആ അടിമപ്പെണ്ണിനെ സാറാ ബീവിക്ക് ഈജിപ്തിലെ രാജാവ് സമ്മാനമായി കൊടുക്കുന്നു. അടിമപ്പെണ്ണെന്ന് പറയുമ്പോൾ അന്നത്തെ അർത്ഥത്തിൽ സംസ്കാരമില്ലാത്തവരായി, അറിവില്ലാത്തവരായി, കാര്യമായ ധാർമ്മിക ബോധം ഒന്നുമില്ലാത്തവരായി ഗണിക്കപ്പെട്ടിരുന്ന വിഭാഗം. അവരിൽപ്പെട്ട ഒരാളെ സാറാക്ക് അടിമയായി ലഭിക്കുന്നു. സാറാ ബീവിയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം ഭർത്താവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരെ വിവാഹം ചെയ്യുന്നു. വിവാഹിതയായതിനു ശേഷം അവർക്ക് കുട്ടിയുണ്ടാകുന്നു. അതാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാകുന്നു ഇബ്രാഹിമിന്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ കൽപ്പന, ഈ കുഞ്ഞിനെയും മാതാവിനെയും, ചോരപ്പൈതലിനെയും മാതാവിനെയും വിജനമായ അള്ളാഹുവിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്ന മക്കയിൽ കൊണ്ടുപോയി വിടണം. കഅബാലയത്തിനടുത്ത് കൊണ്ടുപോയി വിടണം. കഅബാലയത്തിൻ്റെ അവസ്ഥ എന്താണ്? മലകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വരയിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. ആ താഴ്വരയിലാകട്ടെ വെറും മരുഭൂമി മാത്രമാണ് അന്ന്. ഇന്നത്തെ കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറും മരുഭൂമി. ആ മരുഭൂമിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുവാൻ പോലും സാധ്യമല്ലാത്ത വിധം മലകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വര മരുഭൂമി. ഒരാൾ കടന്നു വരാൻ, അന്വേഷിച്ച് കടന്നു വരാൻ പോലും സാധ്യമല്ലാത്ത വിധം എല്ലാ സ്ഥലവും 4 പാടും മലകൾ. ഈ മലകളിലുള്ള മരുഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറയെയും ചോരപ്പൈതലിനെയും ആക്കിയിട്ട് തിരിഞ്ഞു നടക്കുകയാണ്. ഹാജറ ബീബി ചോദിക്കുന്നു, എത്ര കൊല്ലമായിട്ടുണ്ടാവുള്ള ഒരു കുട്ടി ചോരപ്പൈതലാകാൻ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒപ്പമുള്ള ജീവിതം 1, 1.5, 2 വർഷം. ഈ സമയത്ത് ഹാജറ ബീബി ചോദിക്കുന്നു, എന്താ ഞങ്ങൾ ഒറ്റക്കാക്കി മടങ്ങാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടി പറയാനില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ഭർത്താവ് എന്നുള്ള നിലക്കുള്ള, പിതാവ് എന്ന നിലക്കുള്ള വാർദ്ധക്യത്തിൽ 19 വയസ്സായതിനു ശേഷം ഉണ്ടായ ഒരു കുഞ്ഞിൻ്റെ മാതാവിനെയും അതോടൊപ്പം തന്നെ തൻ്റെ ഇഷ്ടപ്പെട്ട, തനിക്ക് ഒരുപാട് കാലമായി ആഗ്രഹിച്ചുണ്ടായ കുഞ്ഞിനെയും ഈ മരുഭൂമിയിൽ ഒറ്റക്കാക്കി തിരിച്ചു പോകുന്നതിൻ്റെ മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ദുഃഖവും പ്രയാസവും എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ പടച്ചോന്റെ കൽപ്പനയെ സ്വീകരിക്കല്ല, നിർവാഹമല്ല. അങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ വീണ്ടും അവർ ചോദിക്കുന്നു, ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് എങ്ങോട്ട്? മറുപടിയില്ല. 3 തവണ ഹാജറ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാം. താങ്കൾ ഞങ്ങളെയാക്കി പോകുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണോ? ഇബ്രാഹിമിൻ്റെ മറുപടി, അതെ. എങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു ഉണ്ടാകും, താങ്കൾക്ക് പോകാം. അങ്ങനെ നടന്നു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിൻ്റെ വിധി ഇതാണ്, തീരുമാനം ഇതാണ് എന്ന് കരുതി യാത്ര അയക്കുന്ന ഹാജറയുടെ മനസ്സ് നിങ്ങൾ ആലോചിക്കുക. ആ ഹാജറ സ്വന്തം മാതാവ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ പരീക്ഷിക്കപ്പെട്ട സന്ദർഭമാണ് സഫയും മർവയും പ്രതിനിധീകരിക്കുന്നത്. അതെന്താ? വെള്ളമില്ല, ചുട്ട ചൂട്, മരുഭൂമി, ചുറ്റുപാടും മല. തനിക്ക് സഹിക്കാം, തനിക്ക് മരിക്കാം. പക്ഷേ തൻ്റെ ചോരപ്പൈതൽ പൊട്ടിക്കരയാൻ തുടങ്ങി.
മുല കൊടുക്കണമെങ്കിൽ, അത് മുലപ്പാൽ ഉണ്ടാകണമെങ്കിൽ തനിക്കൊരല്പം വെള്ളം കുടിക്കണം. ഇല്ല, മുലപ്പാലല്ല, ഈ കുട്ടിയുടെ കണ്ടത്തിലേക്ക് ഒരല്പമെങ്കിലും വെള്ളം കൊടുക്കാൻ കഴിയണമെങ്കിൽ ഒരല്പം വെള്ളം കിട്ടണം. കുട്ടിനെ കിടത്തിയിട്ട് വെള്ളം അന്വേഷിച്ച് നടക്കുകയാണ് അവര്. അങ്ങനെ നടന്നിട്ട് ഒരു മല നടന്ന് കയറി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് മറ്റേ മല എത്തുന്നതിന് മുമ്പ് ഓടുകയാണ്. ഈ ഓട്ടവും നടത്തവും 7 തവണയുണ്ടായി എന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ. പണ്ഡിതന്മാർ പറയുക, അന്ന് ഹാജറ ഓടിയ 7 ഓട്ടമുണ്ടല്ലോ, അതുകൊണ്ട് അവസാന നാൾ വരെ ഹജ്ജും ഉംറയും ചെയ്യുന്ന പെണ്ണുങ്ങൾ അവർ ഓടേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ദശലക്ഷക്കണക്കിന് പെണ്ണുങ്ങളുടെ ഓട്ടം മുഴുവനും ആ ഒരു സമയത്ത് ഹാജറ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതൊരു വല്ലാത്ത ഓട്ടമാണ്. ആ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഹാജറ അവസാന നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന കോടിക്കണക്കിന് പെണ്ണുങ്ങൾ നടത്തേണ്ട ഓട്ടം മുഴുവനും, ആ ഓട്ടത്തിന്റെ പീഡനം മുഴുവനും, ആ ഓട്ടത്തിന്റെ പ്രയാസം മുഴുവനും, ആ ഓട്ടത്തിന്റെ ദാഹം മുഴുവനും, ആ ഓട്ടത്തിന്റെ പ്രശ്നം മുഴുവനും, ആ ഓട്ടത്തിന്റെ പ്രതിസന്ധി മുഴുവനും അന്ന് ഹാജറ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഹാജറ സ്നേഹിച്ചൊരു രീതിയുണ്ട്. പടച്ചോൻ പറഞ്ഞതാണോ എങ്കിൽ റെഡി എന്ന് പറഞ്ഞ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന രീതി, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന രീതി, ആ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടായാൽ, അത് വളർത്താൻ നമുക്ക് സാധിച്ചാൽ ഈമാൻ നമുക്ക് മധുരമുള്ളതാകും. അല്ലെങ്കിലോ ഈമാൻ പലപ്പോഴും കയ്പുള്ളതായിത്തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത് വന്നിട്ടൊരു സഹാബി, അദ്ദേഹം എനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറയും. സഹാബി ഒരു കുറിയ ആളാണ്, വിരൂപനുമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പെണ്ണുങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി. അങ്ങനെ മദീനയിൽ അൻസാരികളിൽപ്പെട്ട ജാരിയ എന്ന കുലീനയും സുന്ദരിയുമായ ഒരു പെണ്ണ്, അവരുടെ പിതാവിൻ്റെ അടുത്തേക്ക് ഈ സഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുന്നു. ഇബ്നു ഹിശാമിലുള്ള ആ ചരിത്രമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുന്നു അവരുടെ അവരുടെ മകളെ വിവാഹം ആലോചിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഇവർ പോയിട്ട് വിവാഹാലോചന നടത്തുന്നു. ഇദ്ദേഹം സാമ്പത്തികമായി കഴിവില്ലാത്ത ആളാണ്. ഒപ്പം തന്നെ പെണ്ണിനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ശരീരഘടനയില്ലാത്തയാളാണ്. അതുകൊണ്ട് തന്നെ ആ പിതാവിനൊന്ന് അറച്ചു. പക്ഷേ റസൂലുള്ള പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ തട്ടാൻ വയ്യ. ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ, കുട്ടിൻ്റെ ഉമ്മാനോട്. ഉമ്മ ഇത് കേട്ട ഇയാളെ കണ്ട മാത്രം തന്നെ കോപിച്ച് അവശയായി. ഒരല്പം ദേഷ്യത്തോടു കൂടി തന്നെ തനിക്ക് എൻ്റെ മകളെ കെട്ടിച്ചു തരാനോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. സാമ്പത്തികമായി കഴിവില്ലാത്ത, ഒപ്പം തന്നെ ഈ വിരൂപനായ തനിക്ക് കല്യാണം കഴിച്ചു തരാനോ? അദ്ദേഹം സ്വാഭാവികമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ചാണ് വന്നത്. അദ്ദേഹം തിരിഞ്ഞു നടന്നു. തിരിഞ്ഞു നടന്നപ്പോൾ നേരത്തെ പറഞ്ഞ ജാരിയ എന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഈ കാര്യങ്ങളെല്ലാം അകത്തു നിന്ന് കേൾക്കുന്നവരാണ്. ഇയാൾ പോയതിനു ശേഷം ആ പെൺകുട്ടി മാതാപിതാക്കളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഉപ്പ, ഉമ്മ, തീർച്ചയായും ആരാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞയച്ച ഒരാളെ വെറുതെ തിരിച്ചു പറഞ്ഞയച്ച ഉമ്മയുടെ രീതി തീരെ ശരിയായില്ല എന്ന് പറഞ്ഞ് അവരെ തിരുത്തുകയും മാതാവിനടക്കം സമ്മതത്തോടു കൂടി പിതാവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്യാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ